ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്ന ടോപ്പിക്ക് ഇക്കോസിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഇക്കോസിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ശരിക്കും പറയാൻ ഒരു ഇക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഇസ് ആൻ ഇക്കോളജി റിലേറ്റഡ് ടോപ്പിക്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഈ പ്രസൻറ്റേഷൻ പിൻ ചെയ്യണം. കിട്ടുന്നില്ല എന്നോട് പറയണം. ഓഡിയോ കിട്ടുന്നില്ലെങ്കിലും പറയണം. ഓഡിയോ കിട്ടുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. മെസ്സേജ് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദി ടോപ്പിക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻവയറമെൻ്റൽ ഇക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ കണ്ടു, സ്കോപ്പ് കണ്ടു, മീനിങ് കണ്ടു, ഇമ്പോർട്ടൻസ് കണ്ടു, പിന്നെ അതുപോലെ ഇക്കോണമി, എൻവയറമെൻറ്റ്, ഇൻട്രാക്ഷൻ കണ്ടു, മെറ്റീരിയൽ ബാലൻസ് മോഡൽ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ ബാലൻസ് മോഡലൊക്കെ ഒരു എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് കൂടുതലുള്ള അല്ലെങ്കിൽ ഇക്കണോമിക്സും കൂടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതും കൂടെ ഉള്ളതാണ്. പക്ഷേ നമുക്ക് ഇക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു പ്യുവർലി ഒരു ഇക്കോളജിക്കൽ കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ 7th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു 10th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്കോസിസ്റ്റം, ഇക്കോളജി. അപ്പോൾ അതിലെ ഏജൻസ്, പലതരത്തിലുള്ള ഇക്കോസിസ്റ്റം, ഇതൊക്കെ നമ്മൾ ഒരു പക്ഷേ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർലി എൻവയറമെൻ്റൽ ആൻഡ് ഇക്കോളജിക്കൽ ടോപ്പിക്. ബേസിക്കലി ഇറ്റ് ഈസ് ഇക്കോളജിക്കൽ ടോപ്പിക്. ഓക്കെ, so what is an ecosystem? First of all, we have to define what is an ecosystem. An ecosystem refers to a unit that includes all the organisms including plants, animals within a physical environment. ഒരു ഫിസിക്കൽ എൻവയറമെൻറ്റിൽ, ഓക്കെ, ഒരു ഫിസിക്കൽ എൻവയറമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്ത് തന്നെ ഒരു ഫിസിക്കൽ എൻറ്റിറ്റി ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ എർത്തിൽ തന്നെ എന്തെല്ലാം ആനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നോൺ ബയോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അബയോട്ടിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ഉദാഹരണത്തിന് വാട്ടർ, പിന്നെ അതുപോലെ തന്നെ ലാൻഡ്, ശരിയല്ലേ, റോക്ക്. ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒത്തിരി എലമെൻറ്റ്സ്, അബയോട്ടിക് ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ എർത്തിലുണ്ട്. അതുപോലെ തന്നെ ബയോട്ടിക് ആയിട്ടുള്ള എലമെൻറ്റ്സും ഉണ്ട്, അല്ലേ? അപ്പം ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ആനിമൽസും പ്ലാന്റ്സും ആയിരിക്കും. പ്ലാന്റ്സും ആനിമൽസ് ആയിരിക്കും. പ്ലാന്റ്സിന് നമുക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കും, അവരാണല്ലോ ഫുഡ് ഉണ്ടാക്കുന്നത്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, അപ്പോൾ ഇവയെല്ലാം കൂടെ കൂടുന്നതാണ് ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റത്തിൽ ലൈഫായിട്ടുള്ള അല്ലെങ്കിൽ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് മാത്രമല്ല, നോൺ ലിവിങ് ഓർഗാനിസംസും കൂടെയാണ്. അത് പ്രത്യേകം ഓർത്താണ്. സോ വി ആർ വൺസ് മോർ ലുക്കിംഗ് ഇൻ ടു ദി ഡെഫിനിഷൻ. ഇക്കോസിസ്റ്റം റെഫേഴ്സ് ടു എ യൂണിറ്റ്. ഓക്കെ, ഇറ്റ്സ് എ യൂണിറ്റ് that includes all the organisms including plants, animals within a physical environment. Or physical environment. Physical environment is a necessity for an ecosystem because without a physical environment you cannot live. That means the living things, matter maybe plants, animals, etc., they cannot live if there is not a physical environment. So ecosystem is a composite one or a comprehensive one. It includes all the biotic and abiotic elements. Okay, now ecosystem is an area with complex relation between all the living and non-living things. അപ്പം ജൈവവും അജൈവവുമായ ആ ഏജൻസ് തമ്മിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ഒരു ഏരിയയാണ് ഇക്കോസിസ്റ്റം. അപ്പം നമുക്കിവിടെ മനസ്സിലേക്ക് ചില ഐഡിയ ഒക്കെ വരുന്നതാണ്. നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ലിവിങ് തിങ്സിനെ മാത്രം ഉപയോഗിച്ചാണ് ജീവിക്കുന്നതല്ല. നമ്മുടെ വായു, നമ്മുടെ സ്ഥലം, വെള്ളം, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്കുണ്ട്. അപ്പോൾ അവയും കൂടെ ഉണ്ടെങ്കിൽ ഇക്കോസിസ്റ്റം കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, സോ നമ്മൾ പറയാം ഓരോ പ്ലാന്റ്സ്, ആനിമൽസ്, ഓർഗാനിസംസ്. ഓക്കെ, ദെൻ സൺ, വാട്ടർ, climate, etc., all are part of what? This ecosystem. So ecosystem includes all the organisms and plants, including plants and animals within a physical environment. അപ്പോൾ ഒരു ഫിസിക്കൽ എൻവയറമെൻറ്റിൽ ഓർഗാനിസത്തിൻ്റെയും പ്ലാന്റ്സിൻ്റെയും അല്ലെങ്കിൽ ആനിമൽസിൻ്റെയും ഒക്കെ ഒരു എക്സിസ്റ്റൻസ് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇക്കോസിസ്റ്റം എന്ന് പറയാം. ഓക്കെ, നൗ ദേ ഇൻട്രാക്ട് ഈച്ച് അതർ. നമ്മളാണെങ്കിലും നമ്മളൊരു ഫിസിക്കൽ എൻവയറമെൻറ്റ് ജീവിക്കുന്നു, അതിനെ ഉപയോഗിക്കുന്നു, അവിടെ ജീവിക്കുന്ന മറ്റ് പ്ലാന്റ്സിനെ, ആനിമൽസിനെ നമ്മൾ ഉപയോഗിക്കുന്നു. സോ ദർ ഇസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ വാട്ട് the biotic element, abiotic element, and interaction between among the biotic elements as well. So these elements, that means they interact each other. Ecosystems are the foundations of biosphere. അപ്പം ബയോസ്ഫിയർ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചാണ്, എനിക്ക് സംശയമുണ്ട്. ബയോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ലിത്തോസ്ഫിയറും കൂടി കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? നാസിർ പറഞ്ഞു കേൾക്കാൻ പറ്റുന്നില്ലെന്ന്. വേറെ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടല്ലോ അല്ലേ?
നസീർക്ക് കേൾക്കാൻ പറ്റുന്നില്ലെന്ന് എന്നോട് പറഞ്ഞ്. അത് നിൻ്റെ ഫോണിൻ്റെ ആയിരിക്കും, അതുകൊണ്ട് ആ ഫോണൊന്ന് കറക്റ്റാക്ക്. ബാക്കി എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണേ, എന്നാലേ എനിക്കറിയത്തുള്ളൂ. കാരണം എൻ്റെ സിസ്റ്റം ഓഡിയോ ചാനൽ മാറി കിടക്കുക, ഹെഡ്ഫോണിലേക്ക് ആയിപ്പോയിരുന്നു. ഹെഡ്ഫോൺ എടുക്കാൻ വെച്ചിട്ട് സമയം എടുക്കും. അതുകൊട്ടെ നമുക്ക് മറ്റു പ്രശ്നമില്ല, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ വി വർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് വി ക്യാൻ സേ. ഓക്കെ, താങ്ക് യു. കാരണം ഞാൻ സിസ്റ്റം ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം മാറിപ്പോയത് കേട്ടോ. ഇനിയിപ്പോൾ എടുക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കത്തില്ല. ആക്ച്വലി വെൻ യു ആർ എ പ്രോബ്ലം, വെൻ എവർ യു ആർ പ്രോബ്ലം, യു പ്ലീസ് കം ഇൻ ടു ദി ചാറ്റ്. ഓക്കെ, സോ ഇക്കോസിസ്റ്റം ആർ ദി ഫൗണ്ടേഷൻസ് ഓഫ് നമ്മൾ ബയോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പോയത്. അപ്പം നസീർ, നീ ഒരു കാര്യം ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടാക്കാം, അന്നേരത്തേക്ക് നീ ആ ക്ലാസ് ഒന്ന് ലിസൺ ചെയ്തു. സെയിം സംഭവം തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളെന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോസ്ഫിയർ. അപ്പോൾ ഈ ബയോസ്ഫിയറിലുണ്ടല്ലോ നമ്മൾ എന്തൊക്കെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ബയോസ്ഫിയറിൻ്റെ അകത്ത് എന്തുണ്ട്, ബയോസ്ഫിയറിൻ്റെ അകത്ത് അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഓക്കെ, പിന്നെ അത് കൂടാതെ ഇവിടെ എന്തുണ്ട്, വെള്ളമുണ്ട്. നമ്മളതിനെ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയും, ഹൈഡ്രോസ്ഫിയർ. ഓക്കെ, എൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അതെല്ലാം നമ്മൾ വേറൊന്നും കൂടെ ഉണ്ട്, എന്താണ്, ലിത്തോസ്ഫിയർ. ലിത്തോ എന്ന് പറഞ്ഞാൽ പാറ, ലിത്തോസ്ഫിയർ. അപ്പം എന്താണ്, വായു അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ വെള്ളം, ലിത്തോസ്ഫിയർ കര. ഇത് മൂന്നും കൂടെ കൂടുന്ന ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ബയോസ്ഫിയർ. ഇവിടെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് കര ജീവിക്കാൻ പറ്റും, പക്ഷേ വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കരയിലും വെള്ളത്തിലും കൂടെ ജീവിക്കാൻ പറ്റും. കൂടെ നിൽക്കുന്നവർക്ക് കൂടെ നിൽക്കുന്ന സ്ഥലത്ത് ജീവിക്കാൻ പറ്റും, പക്ഷേ നമുക്ക് വായു വേണം. അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം കൂടെ കൂടിയുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ, നിങ്ങൾ ബയോസ്ഫിയർ റിസർവ് എന്നുള്ളൊരു പേര് കിട്ടുകയാണ്, റിസർവ്. ഓക്കെ, നീലഗിരി ഒരു ബയോസ്ഫിയർ റിസർവാണ്, അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ബയോസ്ഫിയർ റിസർവാണെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും അതിനകത്തുണ്ട്. മനുഷ്യനെ അതിനകത്ത് പുറത്താക്കിയിട്ടില്ല അവിടുന്ന്. Okay, so that is about biosphere. Biosphere comprise of an area which includes the hydrosphere, what we can say the atmosphere and the lithosphere. Okay, so ecosystem are the foundations of biosphere and maintain the natural balance of the earth. അപ്പോൾ നാച്ചുറൽ ബാലൻസ്, എർത്തിൻ്റെ നാച്ചുറൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇക്കോസിസ്റ്റത്തിലായിരിക്കും. Okay, now the earth itself is a giant ecosystem that includes all the sub-ecosystems. Okay, 1 second ഇപ്പോൾ okay, so we are continuing. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇക്കോസിസ്റ്റംസ് ആർ ദി ഫൗണ്ടേഷൻ ഓഫ് ബയോസ്ഫിയർ. ബയോസ്ഫിയറിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് എന്താ ഇക്കോസിസ്റ്റം. ആൻഡ് മെയിൻറ്റെയിൻ ദി നാച്ചുറൽ ബാലൻസ് ഓഫ് ദി എർത്തിൻ്റെ നാച്ചുറൽ ബാലൻസ്. അപ്പോൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ പ്രകൃതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കണം. നമ്മൾ കൂടുതലായിട്ട് ഒരു പ്ലാന്റ് മാത്രം കൃഷി ചെയ്യും, റബ്ബർ, കഴിച്ചക്ക, നെല്ല്, മറ്റുള്ളതൊക്കെ ഇല്ലെന്നായി പോകുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് പോവുക. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഫ്രഷ് വാട്ടർ ആയിട്ടുള്ളൊരു ഇക്കോസിസ്റ്റം ഉണ്ട്. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം മൂവാറ്റുപുഴ എന്ന് നമുക്ക് വിചാരിക്കാം ഇക്കോസിസ്റ്റം. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തിൽ ഒത്തിരി സംഭവങ്ങൾ. നമ്മളെ സംബന്ധിച്ചാലും പുഴയെന്ന് പറഞ്ഞ് ഇച്ചിരി വെള്ളം, അതിനകത്ത് കുറച്ചുള്ള മീനും മണലും ആണെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്തൊരു ജീവജാലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം മലഞ്ഞീന്ന് പറഞ്ഞ മീനിനെ കുറിച്ച് നിങ്ങൾ കേട്ടാണ്. അതുപോലെ തന്നെ ഒരു മീനുണ്ടല്ലോ, അല്ലാതെ എന്താണ്, മഞ്ഞക്കുരി, ഒരു വേറെ മീനാട്ടോ, അത് അവിടെ പുഴയിലുണ്ട്. അതുപോലെ തന്നെ വേറെ ഒത്തിരി മീനുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവയെല്ലാം അവിടെ ജീവിക്കുന്നത് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാൽ. നമ്മളിവയെല്ലാം കൂടെ പോയി പിടിച്ച് അതിന് ജീവിക്കാനുള്ള മണെല്ലാം കൂടെ വാരി കുഴിയാക്കിയിട്ട് വെള്ളമെല്ലാം മലിനീകരിച്ച്, അപ്പോൾ നമ്മുടെ ഇക്കോസിസ്റ്റം എന്തായി, അവിടെ ട്രബിളായി തീർന്നു. സോ ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം ബാലൻസ് ഇല്ലെന്നായി തീരുക, ശരിയല്ലേ? ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ മുകളിൽ, ഒരു പുഴയിലെ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ വെള്ളമല്ല അതിൻ്റെ ഓയിലിൻ്റെ മുകളിലായി, ഓയിലെല്ലാം വെള്ളത്തിൻ്റെ മുകളിലായി ഇങ്ങനെ ഒരു പാട പോലെ കിടക്കും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഓക്സിജൻ ചെല്ലാതിരിക്കും. അപ്പോൾ മീനൊക്കെ അവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ശരിക്കും ആ ബാലൻസ് അവിടെ തകരുകയാണ് നമ്മുടെ ആക്ടിവിറ്റി മൂലം. ഇനി നമ്മൾ കാണാം, ദി എർത്ത് ഇറ്റ് സെൽഫ് ഇസ് എ ജയന്റ് ഇക്കോസിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി സബ് ഇക്കോസിസ്റ്റംസ്. അവിടെ ഈ എർത്ത് എന്ന് പറയുന്നത് വലിയൊരു ഇക്കോസിസ്റ്റം. അതിൻ്റെ അകത്ത് നമുക്ക് പറയുകയാണെങ്കിൽ എന്തെല്ലാം ഉണ്ട്, ധാരാളം സബ് ഇക്കോസിസ്റ്റംസ് ഉണ്ട്, ചെറിയ ചെറിയ ഇക്കോസിസ്റ്റംസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം ഈസ് ജസ്റ്റ് വൺ സബ് ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റം ഈസ് ദ ഹോം ഓഫ് ഓൾ ദി ലിവിങ് ഓർഗാനിസംസ്. നമ്മൾ ഇക്കോസിസ്റ്റത്തിൽ എല്ലാവരും ഉണ്ട്. ആരൊക്കെയുണ്ട്? ലിവിങ് തിങ്സ് ഉണ്ട്, അല്ലാതെ നോൺ ലിവിങ് ഐറ്റംസ് ഉണ്ട്, നമുക്ക് പാറ പോലെയുള്ള. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഇക്കോസിസ്റ്റത്തെ നമ്മുടെ എങ്കിലും നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്താണെന്ന് പറയാം, എല്ലാ ലിവിങ് ഓർഗാനിസം ഉള്ള ഒരു സംഭവമായിട്ട് ഇക്കോസിസ്റ്റം പറയും. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, ദി അബയോട്ടിക് കോമ്പണൻസ് ഓഫ് ദി ഇക്കോസിസ്റ്റംസ് ഇൻക്ലൂഡിങ് സോയിൽ, ക്ലൈമറ്റ്, ലാൻഡ്, വാട്ടർ എക്സെട്ര ഫെസിലിറ്റേറ്റ് ലൈഫ് ഇൻ ദി ഇക്കോസിസ്റ്റം. ഇപ്പോൾ ഇക്കോസിസ്റ്റത്തിൽ ലൈഫ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെയാണ്?
എന്താണ് സോയില്, ക്ലൈമറ്റ്, ലാൻഡ്, റിവർ, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇക്കോ സിസ്റ്റം വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നത്. ദി ഇക്കോ സിസ്റ്റം ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഒരു സെക്കൻഡ്. നസീറ നീ പിന്നെ ക്ലാസ്സിൽ വരും കേട്ടോ, സാരമില്ല. അല്ല പിന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇട്ടേക്കാം, അപ്പം നീ കണ്ടു നോട്ടും ഉണ്ടല്ലോ, അപ്പോൾ ദർ ഇസ് നോ പ്രോബ്ലം, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടേക്കാവേ. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഫോറസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഇക്കോ സിസ്റ്റം ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ്? ഫോറസ്റ്റ് ഇക്കോ സിസ്റ്റം, മറൈൻ ഇക്കോ സിസ്റ്റം, ഫ്രഷ് വാട്ടർ ഇക്കോ സിസ്റ്റം, ടുണ്ട്ര ഇക്കോ സിസ്റ്റം, ഗ്രാസ് ലാൻഡ് ഇക്കോ സിസ്റ്റം, ഡിസേർട്ട് ഇക്കോ സിസ്റ്റം, എക്സെട്ര. ഒത്തിരി ഉണ്ട്. അതിൻ്റെ കൂടെ ട്രോപ്പിക്കൽ ഇക്കോ സിസ്റ്റം ഞാൻ ചുമ്മാ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇക്കോ സിസ്റ്റം നമുക്ക് ഇക്കോ സിസ്റ്റം ഇക്കോ സിസ്റ്റം നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിലേ നമുക്ക് നമുക്കതിൻ്റെ കാറ്റഗറൈസേഷൻ അത്ര ഈസി അല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൂവാറ്റുപുഴ ആറ്, അവിടെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ ചാലക്കുടി പുഴയിലും ഉണ്ട്, അല്ലെങ്കിൽ മീനച്ചിലാറ്റിലും ഒക്കെ ഉണ്ട്. പക്ഷേ ചില തരത്തിലുള്ള ഫിഷൊക്കെ ചിലയിടത്തേ കാണും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, എന്താണ് കുറുവ ദ്വീപ്, ദ്വീപല്ല കേട്ടോ, കുറുവ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, എവിടെയെന്ന് അറിയാം, വയനാട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് മീൻ വാലുമാക്രി പോലുള്ളൊരു ജീവിയുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നിരിക്കും. നമ്മൾ വെള്ളത്തെ തൊടുമ്പോൾ എല്ലാം കൂടെ താഴോട്ട് പോകും. മീനാണോ എന്ന് ചോദിച്ചാൽ മീനല്ല, വാലുമാക്രിയാണോ എന്ന് ചോദിച്ചാൽ വാലുമാക്രിയല്ല. അതിൻ്റെ പേരാണ് മഡ് ക്രീപ്പർ. ഇംഗ്ലീഷിലെ അതിൻ്റെ പേരാട്ടോ, ഞാൻ പോയി കണ്ടുപിടിച്ചതാണ്, മഡ് ക്രീപ്പർ. ഈ മഡ് ക്രീപ്പേഴ്സ് ഇങ്ങനെ അവിടെ ഈ നദി ഉത്ഭവിക്കുന്നിടത്തുള്ള ഒരു തരം ജീവിയായി മഡ് ക്രീപ്പർ എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് ഭയങ്കര രസമാട്ടോ അതുങ്ങളുടെ ഒരു ലൈഫൊക്കെ. അപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ, അല്ല വേറെ നദികളിലും കാണും, പക്ഷെ തുടങ്ങുന്ന സ്ഥലങ്ങളിലേ കാണുള്ളൂ. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ കണ്ട ഒരു സ്ഥലം ജീവിയിലാണ് ഈ മഡ് ക്രീപ്പർ. So every ecosystem is different. We cannot say that a tropical ecosystem is similar to that of a desert ecosystem. Okay, so there are a lot of difference. The most rich and diverse is the tropical ecosystem. നമ്മൾ ജീവിക്കുന്ന ഇക്കോസിസ്റ്റം. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇഷ്ടംപോലെ സൂര്യപ്രകാശമുണ്ട്, ഇഷ്ടംപോലെ മഴയുണ്ട്, അതുകൊണ്ട് ഇഷ്ടംപോലെ സസ്യങ്ങളുണ്ട്, സസ്യങ്ങളിനടുത്തുള്ള ഇഷ്ടംപോലെ മൃഗങ്ങളും ആനിമൽസ് ഉണ്ട്. നമ്മൾ മൃഗങ്ങളും അതുപോലെ തന്നെ ഹ്യൂമൻ ആളുകളുടെ താമസം ഭയങ്കര ഡെൻസായിട്ടായിരിക്കും. സോ സച്ച് ഇക്കോസിസ്റ്റംസ് ആർ നോൺ ആസ് വാട്ട് ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റം. നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സിലേക്കാണ് നമ്മൾ ഇക്കോസിസ്റ്റത്തിനൊക്കെ പലതായിട്ട് ഡിവൈഡ് ചെയ്യണം. പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ഇതിനേക്കാൾ കൂടി വേറെ പല ഇക്കോസിസ്റ്റം കാണുമായിരിക്കും, നിങ്ങൾ കേൾക്കുമായിരിക്കും. ഹൈലാൻഡ് ഇക്കോസിസ്റ്റം, മൗണ്ടൻസ് ഇക്കോസിസ്റ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ഇക്കോസിസ്റ്റത്തെക്കുറിച്ച് കേൾക്കും. പക്ഷെ നമ്മളെല്ലാം പഠിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഓർത്തിരിക്കുക, ചോദിച്ചാൽ തന്നെ അതിനനുസരിച്ച് മറുപടി പറയാൻ പറ്റും. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ അവിടെ അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് എ പിക്ചർ ഓഫ് ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റം വെള്ളമെന്ന് പറഞ്ഞ് വിചാരിച്ചേക്കരുത്. സോ ബിക്കോസ് ലൈഫ് ഈസ് ദെയർ അറൗണ്ട് വാട്ടർ. അപ്പോൾ വെള്ളത്തിന് ചുറ്റുമാണല്ലോ ഇങ്ങനെ മനുഷ്യനും ജീവികളും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ഇക്കോസിസ്റ്റത്തെക്കുറിച്ച് മീനെ പിടിച്ചതിന് തവള, ഓക്കെ, പക്ഷി, താറാവ്, പിന്നെ തുമ്പി, ഇങ്ങനെ ഒത്തിരി ഇതിന് സറൗണ്ടിങ് ആയിട്ടുള്ള കുറേ എന്താ പറയുക പ്ലാന്റ്സ് എല്ലാം കൂടെ കൂടുന്നതാണ് ഇക്കോസിസ്റ്റം. അപ്പോൾ ഇതൊരു ചെറിയ ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതൊന്നും വളരെ ചെറുതാണ്, ഒരു കുഞ്ഞ് ഏരിയ സ്പെസിഫിക് ആണ്. പക്ഷേ നമ്മുടെ ഒന്നും ആനിമൽസ് ഒന്നും കാണുന്നില്ല, ശരിയല്ലേ? അപ്പോൾ ആനിമൽസ് ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞ് ഇക്കോസിസ്റ്റത്തെക്കുറിച്ചൊന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ ആ ഇക്കോസിസ്റ്റൻ്റെ ഇച്ചോടെ വരുന്ന അവിടെ ഒരു കൊക്കും കൂടെ വന്നു. ചുമ്മാ ഒരു റെപ്രസെൻറ്റേറ്റീവ് പിക്ചർ മാത്രം കേട്ടോ. അതുകൊണ്ടോ സ്മോളായിട്ടുള്ള ഓർഗാനിസംസ് വെള്ളത്തിൽ ജീവിക്കുന്ന അവയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവയെ തിന്നായിരിക്കും മീൻ ജീവിക്കുന്നത്. ചെറിയ മീനെ വലിയ മീൻ തിന്നും, വലിയ മീനെ ആര് തിന്നും? ഈ കൊക്ക് തിന്നും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇൻ്റർഡിപ്പെൻഡൻസ്. ഇതും ഒരു ഒരു ഇക്കോസിസ്റ്റമാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരുണ്ട്. ഡീകമ്പോസേഴ്സ് എന്ന് പറയുക ആനിമൽസും പ്ലാന്റ്സും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവയെ എന്താ പറയുക ഡീകമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിയിലേക്ക് അലിയിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു ജീവികൾക്ക് പറയുന്നവരാണ് ഡീകമ്പോഴ്സ്. ബാക്ടീരിയയും ഫംഗസും ആയിരിക്കും പ്രധാനപ്പെട്ട ഡീകമ്പോസേഴ്സ്. അപ്പോൾ ഡീകമ്പോസേഴ്സ് ഇല്ല നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ ആൾക്കാർ മരിച്ചു പോയി കഴിഞ്ഞുണ്ടല്ലോ, അവരവിടെ തന്നെ ഇങ്ങനെ കിടക്കും ലയിക്കാതെ. ഇത് വേറൊരു ഇക്കോസിസ്റ്റം കേട്ടോ. ഇവിടെ ഫുഡ് ചെയിൻ ടൈപ്പിലാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഓക്സിജൻ ഒക്കെ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് മരം ഇല പ്രൊഡ്യൂസ് ചെയ്യുന്നു, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എനർജി ആര് തിന്നുന്നു? മുയൽ തിന്നുന്നു. മുയലിനെ ആര് തിന്നു? ചെന്ന തിന്നുന്നു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ അങ്ങ് പോകും ഈ ഫുഡ് ചെയിൻ ടൈപ്പിൽ ഇത് പറഞ്ഞേക്കും. ഇവിടെ എല്ലാവരും ഉണ്ട്, ബാലൻസ് ഉണ്ട്. ഇതില്ല തീർന്നു കേട്ടോ, ഇതുമില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇതുമില്ലേലും തീർന്നു, സണ്ണില്ല എല്ലാം തീർന്നു. ഓക്കെ, സോയിൽ ഡീകോമ്പോസേഴ്സ് ഉണ്ട്, ചെന്നായൊക്കെ ചത്തു പോകുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് ഇക്കോസിസ്റ്റത്തിൻ്റെ ചുമ്മാ 2 മോഡൽസ്. അത് നിങ്ങൾക്കറിയാമല്ലോ എവിടെയാണ് ഇതെന്ത് സംഭവം എന്നറിയാമോ? അത് ആമസോൺ ഫോറസ്റ്റിൻ്റെ ഒരു പിക്ചറാണ്. ഈ പിക്ചർ എവിടെ നിന്നായിരിക്കും എടുത്തത്? ഹെലിക്യാമിൽ എടുത്തോ കേട്ടോ, ഡ്രോണിലെടുത്തതാണ്. അപ്പോൾ ഈ പിക്ചർ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതൊക്കെ ഇപ്പോൾ കത്തിച്ച് തീരുക. അവിടുത്തെ പ്രസിഡൻറ്റ് പറഞ്ഞു എന്നാണെന്നറിയോ, ഈ വനമൊക്കെ വലിയൊരു ശല്യമാണ്. വനം കാരണം ഞങ്ങൾക്ക് രാജ്യം വികസനം പ്രാപിക്കാൻ പറ്റിയെന്ന് ഞങ്ങൾ വനത്തിന് തീ കൊടുത്തു.
ജനങ്ങളെല്ലാം അദ്ദേഹത്തെ എതിർത്തു. പക്ഷേ എതിർത്ത് കാര്യമില്ല, അയാൾക്കൊരു ബുദ്ധിയും പോകില്ല. അയാൾ തന്നെ അറിയാവാനൊക്കെ തീ കൊടുത്തു, ഒത്തിരി ഏരിയ കത്തിപ്പോയി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു കുഞ്ഞ് ചതുപ്പിൻ്റെ അകത്തൂടെ ഇങ്ങനെ വെള്ളം കയറി കിടക്കാമെന്ന് വിചാരിക്കരുത്. ഇത് വലിയ ഫോറസ്റ്റാണ്, ഈ മരങ്ങളൊക്കെ ആകാശത്തോളം മുഴുപ്പുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ വലിയ നദികൾ തന്നെയാണ്, ആമസോണിൻ്റെ പല കൈവഴികളാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഒരു മറൈൻ ഇക്കോസിസ്റ്റത്തിൻ്റെ പിക്ചർ എടുത്തേക്കുന്ന തെരണ്ടി ഉണ്ടോ, അതുപോലെ തെരണ്ടിയാണെന്നൊന്നും എനിക്കതല്ല, അതുപോലെ ഒരു മീനായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇൻസെക്ട്സ്, കുഞ്ഞു കുഞ്ഞു മീനുകൾ, വളരെ എന്താ പറയുക ക്ലിയർ ആയിട്ടുള്ള ഒരു വാട്ടറാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഒരു പക്ഷേ തീരദേശത്തോട് അടുത്തുള്ളതായിരിക്കും. അപ്പോൾ ഇതൊരു മറൈൻ ഇക്കോസിസ്റ്റമാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഇക്കോസിസ്റ്റം നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ബയോട്ടിക് എലമെൻസും കൂടെ കൂടിയുള്ളതാണ്. നമ്മൾ പറയാം എന്താണ് സ്ട്രക്ചർ, അതിൻ്റെ കോമ്പണൻസ് എന്താണ്. നമ്മൾ സിലബസിൽ പറഞ്ഞേക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് സ്ട്രക്ചർ ആൻഡ് കോമ്പണൻസ് ഓഫ് ദി ഇക്കോസിസ്റ്റം. ദി സ്ട്രക്ചർ ഓഫ് ദി ഇക്കോസിസ്റ്റം ഹസ് 2 കോമ്പണൻസ്. ഒന്ന് ബയോട്ടിക് കോമ്പണൻസ് കംപ്രൈസിങ് ഓഫ് ലിവിങ് ഓർഗാനിസം. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബയോ, ജീവനുള്ളത്. അപ്പം അതിനകത്തുള്ള ആരൊക്കെയായിരിക്കും? പ്ലാന്റ്സും ആനിമൽസും അല്ലേ, ആനിമൽസ്. പിന്നെ എല്ലാ മൈക്രോ ഓർഗാനിസംസും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. നമ്മൾ അതിലേക്ക് കുഞ്ഞു അവയെ നമ്മൾ കൂട്ടണമല്ലോ. അപ്പോൾ അവയെല്ലാം കൂടെ കൂടുന്നതാണ് ബയോട്ടിക് കോമ്പണൻസ്. ഇനി അബയോട്ടിക് കോമ്പണൻസ്, ദാറ്റ് ഈസ് ദ ഫിസിക്കൽ എൻവയറമെൻറ്റ്. ഫിസിക്കൽ എൻവയറമെൻറ്റ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ. അപ്പോൾ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബയോട്ടിക്കും അബയോട്ടിക്കും ഇനി നമ്മളതിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അബയോട്ടിക്കിനകത്ത് സൺലൈറ്റ്, ടെമ്പറേച്ചർ, പ്രസിപ്പിറ്റേഷൻ എങ്ങനെ അറിയാമോ? റെയിൻഫോൾ പ്ലസ് സ്നോഫോൾ. ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങ വെള്ളം വരുന്നതിന് നസീറ വന്നു. വെള്ളം വരുന്നതിന് ഉള്ള പേരാണ് ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അതാണ് ശരിക്കും ശാസ്ത്രീയപരമായ പേര്. നമ്മുടെ ഇവിടെയാണ് ഈ റെയിൻഫോളും, വേറെ ചിലയിടത്താണ് ഈ സ്നോഫോളും ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് പ്രസിപ്പിറ്റേഷൻ. വാട്ടർ ഓർ മോയ്സ്ചർ അറിയാലോ, സോയിൽ ഓർ വാട്ടർ കെമിസ്ട്രി, വാട്ടറിൻ്റെ കോമ്പോസിഷൻ, ലാൻഡ്, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഏത് അബയോട്ടിക് കോമ്പണൻസ്. ഇതിൽ ഒന്നുമില്ല, ഏതെങ്കിലും ഒന്നുമില്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പോൾ ഇതാണ് അബയോട്ടിക് കോമ്പണൻസ്. ഇനി ബയോട്ടിക് കോമ്പണൻസിൻ്റെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആരാണ്? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആണ്. നമുക്ക് കഴിക്കാൻ ആവശ്യമായ എനർജി ഫോട്ടോസിന്തസിലൂടെ ഇലയിലും പൂവിലും കായിലും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന പ്ലാന്റ്സിനെ നമ്മൾ പ്രൈമറി പ്രൊഡ്യൂസർ. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ തിന്ന് ജീവിക്കുന്ന ജീവികൾ. കാർണിവോറസ് എന്ന് പറഞ്ഞാൽ മറ്റ് ജീവികളെ തിന്ന് ജീവിക്കുന്ന ജീവികൾ. ഇപ്പോൾ ഓക്കെ, ഒംനിവോറസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പിടിച്ച് തിന്നുന്ന ജീവികൾ. എല്ലാത്തിനെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, പ്ലാന്റ്സിനെയും കഴിക്കും, അതുപോലെ മറ്റ് ജീവികളെയും കഴിക്കും. ഇനി ഡെട്രിവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിക്കും ഡീകമ്പോസേഴ്സ്. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബയോട്ടിക് അബയോട്ടിക്കും ആയിട്ടുള്ള എലമെൻസിനെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു എന്താണ് പറയുക, ഒരു സ്ട്രക്ചർ വേറൊരു ചിത്രത്തിൽ കൂടെ നമ്മൾ കാണുമോ. ഇക്കോസിസ്റ്റം, അബയോട്ടിക് കോമ്പണൻറ്റ്, ബയോട്ടിക് കോമ്പണൻറ്റ്. ഓക്കെ, ഓട്ടോട്രോപ്പിക് കോമ്പണൻറ്റ്, ഹെട്രോട്രോപ്പിക് കോമ്പണൻറ്റ്. ഓക്കെ, ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ സ്വയം ഫുഡ് ഉണ്ടാക്കും. ഹെട്രോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതിനത് മൈക്രോ കൺസ്യൂമേഴ്സ്, ധാരാളമായിട്ടുള്ള രീതിയിൽ കൺസ്യൂമേഴ്സ്. മൈക്രോ കൺസ്യൂമേഴ്സ് ചെറിയ ചെറിയ രീതിയിലുള്ള കുഞ്ഞു കൺസ്യൂമേഴ്സ്. ഡീകമ്പോസേഴ്സാണ് അവർ. ഡീകമ്പോസ് എന്ന് പറഞ്ഞാൽ ജീവികളിലൊക്കെ റിമെയിൻസ്, ആനിമൽസ് റിമെയിൻസ് കഴിച്ച് ജീവിക്കുന്ന ചെതൽ പോലെയുള്ള ബാക്ടീരിയ, അങ്ങനെയുള്ള കുഞ്ഞു ജീവികളുണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്. അവയെ നമ്മൾ ഡീകമ്പോസ് എന്ന് വിളിക്കുക. മൈക്രോ കൺസ്യൂമേഴ്സ്. മാക്രോ കൺസ്യൂമേഴ്സ് നമുക്കറിയാലോ, വലിയ വലിയ നമ്മളെ പോലെയുള്ള ആൾക്കാർ, സിംഹം, പുലി, അങ്ങനെയൊക്കെ ഒത്തിരി ഉള്ള, അതുപോലെ പശു, അവരൊക്കെ ഒത്തിരി ഐറ്റങ്ങൾ കഴിക്കുമല്ലോ, അവരെയാണ് നമ്മൾ മൈക്രോ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഓട്ടോട്രോപ്പിക്കും ഹെട്രോട്രോപ്പിക്കും മനസ്സിലായാലോ, ബയോട്ടിക്കും അബയോട്ടിക്കും ഓരോ ചെയിൻ നിങ്ങൾ ഓർക്കണം. ഓക്കെ, ഇങ്ങനെയല്ല പോലെ പോലെ ഓക്കെ, ഇങ്ങനെയാണ് പോലെ മനസ്സിലായല്ലോ. അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എൻ്റെ വിശ്വാസം. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ബയോട്ടിക് ഇക്കോസിസ്റ്റത്തിൽ 2 തരത്തിലുള്ള ഏജൻറ്റ്, ബയോട്ടിക് കോമ്പണൻറ്റും അബയോട്ടിക് കോമ്പണൻറ്റും ബയോട്ടിക് കോമ്പണൻറ്റ് നമ്മൾ ഹെട്രോട്രോപ്പിക്കും ഓട്ടോട്രോപ്പിക്കും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി ഹെട്രോട്രോപ്പിക്കിൻ്റെ അകത്ത് നമ്മൾ മാക്രോ കൺസ്യൂമേഴ്സ്, മാക്രോ കൺസ്യൂമേഴ്സ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് നമ്മൾ കണ്ടു. ഇനി ഇക്കോസിസ്റ്റം നമ്മൾ ഓരോന്നും കാണുവാണ്. ഈ ഫിഗറിൻ്റെ അകത്തെ സൂര്യനില്ല, ഒന്നുമില്ല. സൂര്യനിൽ ചൂട് സ്വീകരിച്ച് ഫോട്ടോസിന്തസിസ്, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനൊക്കെ സ്വീകരിച്ച് പ്ലാന്റ്സ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയിട്ട്. പിന്നെ
ഹെർബിവോർസ് ഉണ്ട്. ഓക്കെ, പിന്നെ പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ട്, പിന്നെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് കാർണിവോർസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ബാക്ടീരിയ ഫംഗി ഉണ്ട്. ഓക്കെ, ക്വാട്ടർണറി കൺസ്യൂമേഴ്സ് എന്നൊക്കെ പറയും, ഡീകമ്പോസേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സ്ട്രക്ചർ നമുക്ക് ഫോളോ ചെയ്താൽ മതി. ഇത് നമുക്ക് പറയേണ്ടി വരും, ഇത് നമുക്ക് പറയേണ്ടി വരും, ഇതും നമുക്ക് പറയേണ്ടി വരും. ഒരു സെക്കൻഡ്. ഓക്കെ, ഈ ചിത്രം അത് നമുക്ക് പറഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കുക. ഇതൊക്കെ ഓരോ ചിത്രങ്ങളാണ്. നമുക്കറിയാം വാട്ടർ, എയർ, സോയില്, പ്രൊഡ്യൂസേഴ്സ്, പിന്നെ കൺസ്യൂമേഴ്സിലേക്ക് പോവുക, കൺസ്യൂമറിനെ പിന്നെ ഡീകമ്പോസ് ചെയ്യുക. മനസ്സിലായല്ലോ? ഇതെല്ലാം സെയിം കാര്യങ്ങൾ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞേക്കുന്നുള്ളൂ. നമ്മൾ ബയോട്ടിക് കോമ്പണൻസിലേക്ക് നോക്കാം. ദി ബയോട്ടിക് കോമ്പണൻസ് ആർ ദി മോസ്റ്റ് ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ദി ഇക്കോസിസ്റ്റം ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ഓൺ ഈച്ച് അതർ ആൻഡ് ഓൺ ദി ഫിസിക്കൽ എൻവയറൻമെൻറ്റ് ഫോർ ദർ ലിവിങ്. ഇപ്പോൾ ഫിസിക്കൽ എൻവയറൻമെൻറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ് നമ്മൾ എന്ത് പറയുക, ബയോട്ടിക് കോമ്പണൻസ്. ബയോട്ടിക് കോമ്പണൻസ് ആർ broadly divided into producers, consumers and decomposers. But here we classify biotic components into two depending nutritional energy production and consumption. കൺസംഷനും പ്രൊഡക്ഷനും വെച്ച് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും കൺസ്യൂം ചെയ്യാനുള്ള ശേഷി അനുസരിച്ച് ഓക്കെ നമ്മൾ ഇവയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ബയോട്ടിക് കോമ്പണൻസിനെ ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും നമ്മൾ പറയും. ഓക്കെ സോറി ഓക്കെ 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 നൗ സോ നമ്മൾ പറഞ്ഞല്ലോ വി ക്ലാസിഫൈ ബയോട്ടിക് കോമ്പണൻസ് ഇൻടു ടു ഡിപ്പെൻഡിങ് അപ്പോൺ ന്യൂട്രീഷൻ എനർജി പ്രൊഡക്ഷൻ അനുസരിച്ച് പ്രൊഡക്ഷൻ കൺസംഷൻ വെച്ച് നമ്മൾ രണ്ട് രീതിയിൽ വരെ ഡിവൈഡ് ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും. ഓട്ടോട്രോപ്സ് ആർ എനി ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ്. ഓക്കെ, തങ്ങൾ തന്നെ കഴിക്കാനുള്ള ഫുഡ് തങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന, ജീവിക്കാനുള്ള ഫുഡ് തങ്ങൾ തന്നെ ഉണ്ടാക്കുന്നവരെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയും. നമ്മളൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരെ കഴിച്ച് ജീവിക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഇവർക്ക് എങ്ങനെയായിരിക്കും സന്തോഷം കിട്ടുന്നതല്ലേ? അപ്പോൾ ഇവർ ബേസിക്കലി പ്ലാന്റ്സാണ്. പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്? എന്തെങ്കിലും കഴിക്കുമ്പോൾ അവർക്ക് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് വരും, അവർക്ക് റെയിൻ ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് വരും. കാരണം വെൻ ദെയർ ഈസ് സൺലൈറ്റ് ആൻഡ് വെൻ ദെയർ ഈസ് റെയിൻ ദേ ക്യാൻ പ്രൊഡ്യൂസ് എനർജി ഫോർ ദെയർ ഓൺ. സോ വി കോൾ ദം ആസ് പ്ലാന്റ്സ്. മോസ്റ്റ് ഓട്ടോട്രോപ്സ് പ്രൊഡ്യൂസ് their food by using sunlight, energy, water and carbon dioxide in the process called photosynthesis. ഓക്കെ, അപ്പോൾ അവരാണ് ഈ പ്രകൃതിയിലെ ബയോട്ടിക് ഏജൻസിലെ മാസ്റ്റർ ക്ലാസ്. അവരാണ് സ്വന്തം ശരീരം ഉപയോഗിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയുള്ള ഒരേ ഒരു ആൾക്കാർ ഓട്ടോട്രോപ്സാണ്. നമുക്കൊക്കെ വേറെ എന്തെങ്കിലും രാവിലെ കഴിച്ചില്ല നമ്മൾ വീണു പോകും, ശരിയല്ലേ? അപ്പോൾ ബാക്കിയുള്ള ജീവികൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവരെ മാത്രത്തോളം ഇവരെ നമ്മളതുകൊണ്ട് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കും. ഓട്ടോട്രോപ്സ് പ്രൊഡ്യൂസ് ദെയർ ഫുഡ് ബൈ യൂസിങ് സൺലൈറ്റ്. സൂര്യപ്രകാശം വേണം. സൂര്യപ്രകാശത്തിൻ്റെ അടുത്തേക്ക് മരത്തിൻ്റെ ചില്ലകൾ വളർന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? ചെടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വളഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അവർ സൂര്യപ്രകാശമില്ല, അവർക്ക് അതുപോലെ വെള്ളം വേണം, കാർബൺ ഡയോക്സൈഡ്. ദ ഗ്രീൻ പ്ലാന്റ്സ് ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ആണ്. ദി ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് സോഡൻ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആർ മെയിൻ ഓട്ടോട്രോപ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ആരാണ്? ഗ്രീൻ പ്ലാന്റ്സ്. നമുക്കറിയാം autotrophs are extremely important because without them no other forms of life can exist. They produce food to other biotic components in the ecosystem. മറ്റുള്ള എല്ലാ ബയോട്ടിക് കോമ്പണൻസിൻ്റെയും ഫുഡാണ് ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു, ഇവരെ നമ്മൾ ഫുഡാക്കുന്നു. അപ്പോൾ അതാണ് ഇവരെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കാനുള്ളൊരു കാരണം അതാണ് കേട്ടോ. ഇതുണ്ടോ, ചുമ്മാ ഒരു ചിത്രം, വീടിൻ്റെ പുറകിലുള്ള വീട് ഇവിടെ കിടപ്പുണ്ട് ചിത്രമാണ്. ഇവിടെ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ട്. അവയെല്ലാം സൂര്യപ്രകാശവും വെള്ളവും സ്വീകരിച്ച് സ്വന്തമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് നീക്കുക. ഇവിടെ പശുവൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആടൊക്കെ വന്നു കഴിഞ്ഞാൽ, മുയലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ തിന്നുകളയും. എന്നിട്ട് അവരെ നമ്മൾ തിന്നും. ആ രീതിയിലുള്ള കാര്യങ്ങളിലെ പോക്ക്. അപ്പോൾ ഇവരാണ് ശരിക്കും ഓട്ടോട്രോപ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ചുമ്മാ ഒരു എക്സാമ്പിൾ ആട്ടോ. ഇത് വേറൊരു ഓട്ടോട്രോപ്പാണ്. എന്താണെന്നറിയാം? സോയാബീൻ എന്ന് പറഞ്ഞൊരു സസ്യം. അപ്പോൾ സോയാബീൻ ഭയങ്കര പ്രോട്ടീൻ കണ്ടൻറ്റെന്നാണ് പറയാം. സോയാബീൻ്റെ എണ്ണ, സോയാബീൻ്റെ പയർ ഒക്കെ നമ്മൾ ഈ ബംഗാളികളൊക്കെ എവിടെ വന്നു കഴിഞ്ഞാൽ സോയാബീൻ്റെ ഒരു തരം കുരുണ്ട്, അതെടുത്ത് കഴിക്കും, അതിൻ്റെ പരിപ്പ്. ഓക്കെ, അപ്പോൾ ഈ സോയാബീനാണ് സൂര്യപ്രകാശമൊക്കെ സ്വീകരിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് സോയാബീൻ. ഒരു ചിത്രം ഇട്ടുന്നുള്ളൂ കേട്ടോ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, കോണാണ്. അപ്പോൾ മെയ്സ് എന്നൊക്കെ പറയും ഉണ്ടോ. ഇതെല്ലാം മാറ്റി ഇങ്ങനെ കാണിച്ച് ഇപ്പോൾ ഒരു ഫോട്ടോ എഫക്റ്റിന് വേണ്ടിയിട്ട് വലിയൊരു ഫാം ലാൻഡാണ്. അവിടെ ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുവാണ്. നമുക്കത് ചുട്ടൊക്കെ നിങ്ങൾ ഒരു പക്ഷേ തിന്നിട്ട് കാണും. ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഓട്ടോട്രോപ്സിൻ്റെ. ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ട്. നെല്ലുണ്ട്, വീറ്റുണ്ട്, കിഴങ്ങുവർഗ്ഗങ്ങളുണ്ട്, എന്തെല്ലാം ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം. ഇനി എന്താണ് ഹെറ്ററോട്രോപ്സ്? അപ്പോൾ നമ്മൾ ഓട്ടോട്രോപ്സിനെ കുറിച്ച് പറഞ്ഞു. ഹെറ്ററോട്രോപ്സ് ആർ ഓർഗാനിസംസ് വിച്ച് ഡിപ്പെൻഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അപ്പോൺ ഓട്ടോട്രോപ്സ് ഫോർ ദെയർ ഫുഡ്. ദേ ആർ ഓൾസോ നോൺ ആസ് കൺസ്യൂമേഴ്സ്. ഇതാണ് ഹെറ്ററോട്രോപ്സ്. ഒരു ഭയം കണ്ടോ? എന്ത് തിന്നുകൊണ്ടിരിക്കുക. അപ്പം സൂര്യപ്രകാശത്തിൽ നിന്ന് പ്ലാന്റ്
എനർജി ഫോട്ടോസിന്തസിസ് വഴി എനർജി ഉണ്ടാക്കി. അത് ആര് കഴിക്കുകയാണ്? അത് മാൻ കഴിക്കുകയാണ്. അപ്പോൾ മാനെ നമ്മളൊരു ഹെറ്ററോട്രോപ്പായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈസ് എ കൺസ്യൂമർ, സോ ദാറ്റ് ഈസ് ദ റോൾ ഓഫ് ഹെറ്ററോട്രോപ്സ്. നോ ഇതൊരു ഹെറ്ററോട്രോപ്സിൻ്റെ ഒരു ഡയഗ്രം കേട്ടോ. ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രമാണ്. ഇതൊരു പ്ലാന്റ് ചിലപ്പം കുഞ്ഞു കുഞ്ഞു സസ്യങ്ങളെ പ്രാണികളെ പിടിച്ചിരുന്നു, അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഹെറ്ററോട്രോപ്പ്, മറ്റുള്ളവരെ കഴിച്ച് ജീവിക്കുന്നവയാണ്. എല്ലാവർക്കും നമുക്ക് പറയുമ്പോൾ പക്ഷി, ശരിയല്ലേ? ഇവർ തിന്നും ഈ പ്ലാന്റിനെയൊക്കെ. ഹെറ്ററോട്രോപ്പ് അല്ല കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലായി ഏകദേശം ഹെറ്ററോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. ദ കൺസ്യൂമേഴ്സ് ആർ ഡിവൈഡ് ഇൻടു ടു. നമ്മൾ ഹെറ്ററോട്രോപ്പ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മാക്രോ കൺസ്യൂമേഴ്സ് ആൻഡ് മൈക്രോ കൺസ്യൂമേഴ്സ്. ഓക്കെ, മൈക്രോ കൺസ്യൂമേഴ്സ് ആരാണ്? ദി ലാർജ് സ്കെയിൽ കൺസ്യൂമേഴ്സ് ഓഫ് എനർജി ഇൻക്ലൂഡിങ് ഹെർബിവോറസ് ആൻഡ് കാർണിവോറസ് ആൻഡ് ഒംനിവോറസ് ആർ നോൺ എസ് മൈക്രോ കൺസ്യൂമേഴ്സ്. പ്ലാന്റ്സിനെ തിന്ന് ജീവിക്കുന്നവർ, മറ്റ് മൃഗങ്ങളെ തിന്ന് ജീവിക്കുന്നവർ, സസ്യങ്ങളെയും മൃഗങ്ങളെയും തിന്ന് ജീവിക്കുന്നവർ, അവയെല്ലാം കൂടെ ലാർജ് സ്കെയിലായിട്ട് അവർ മറ്റുള്ള ബയോട്ടിക് എലമെൻറ്റിനെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവയെ മാക്രോ കൺസ്യൂമേഴ്സ് എന്ന് പറയും. പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് ഈറ്റിംഗ് അതർ ആനിമൽസ് ഈറ്റിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എക്സെട്ര കംസ് അണ്ടർ ദിസ് കാറ്റഗറി. ദി മൈക്രോ കൺസ്യൂമേഴ്സ് ആർ ഡിവൈഡ് ഇൻടു ഹെർബിവോറസ്, കാർണിവോറസ് ആൻഡ് ഒംനിവോറസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദർ ഫുഡ് പാറ്റേൺ. നമ്മൾ എന്താണ്, ഒംനിവോറസ് ആണോ അതോ നമ്മൾ ഹെർബിവോറസ് ആണോ നമ്മൾ ചിന്തിച്ച് നോക്കാം. ഹെർബിവോറസ് ആർ പ്ലാന്റ് ഈറ്റേഴ്സ്, കാർണിവോറസ് ആർ ആനിമൽ ഈറ്റേഴ്സ് and omnivorous eat all type of foods. Okay, all types of foods. Okay, all these items can be divided into the following 3 groups based upon their foods. ഇക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ നമ്മൾ പറയാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ചുമ്മാ ഡയഗ്രത്തിൽ ഞാൻ ഇങ്ങോട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇക്കോസിസ്റ്റം ശരിക്കും ഈ പോണ്ടിനോട് ആശ്രയിച്ചിരിക്കുകയാണ്. പോണ്ടിൽ എന്തായാലും, അല്ലെങ്കിൽ റിവർ വന്നിട്ടുള്ള ഒരു ലേക്ക് നമുക്ക് പറയാം. ഒരു ലേക്കിൻ്റെ അടുത്ത് എന്തായാലും ശരി എല്ലാവരും വരുമല്ലോ. അതുകൊണ്ട് റിംഗ് ടൈലർ എന്ന് പറഞ്ഞൊരു ജീവിയാണെന്ന് എൻ്റെ വിശ്വാസം. അതെ, അപ്പോൾ ഈ ശരിക്കും വാട്ടർ ബോഡീസിനോട് സറൗണ്ട് ചെയ്താണ് ആ ജീവികളെല്ലാം ജീവിച്ചു പോകുന്നത്. അത് വേറൊരു കാര്യം. ഇനി നമ്മളെ ഇതൊരു ചിത്രം കാണുക. ഇതിനകത്ത് ട്രോപ്പിക് ലെവലാണ്. ഏത് ട്രോപ്പിക്കാണ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ലെവലിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഇതുണ്ടോ, മരവും പുല്ലും, മനസ്സിലല്ല, പ്രൈമറി കൺസ്യൂമേഴ്സ്. ഇവയെല്ലാം ഇതിനൊക്കെ ഈ പുൽച്ചാടി പോലുള്ള സാധനം ഇതിനെ കഴിക്കുക. പിന്നെ അതുപോലെ ഇവയെല്ലാം എന്തിനെ കഴിക്കുക? ഈ സസ്യങ്ങളെ കഴിച്ച് ജീവിക്കുക. ഇവയെല്ലാം കൂടെ കഴിക്കുക. ഏത് സിംഹവും പുലിയും ചെന്നായും ഒക്കെ, ഓക്കെ, കടുവയൊക്കെ. അപ്പം ഇവരെ നമ്മൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുക. ഇത് പ്രൈമറി കൺസ്യൂമേഴ്സാണ്, ഇത് പ്രൈമറി പ്രൊഡ്യൂസർ. ഈ ചിത്രം ഭയങ്കര ഇച്ചിരി ഈസിയാണ്. ട്രോപ്പിക് ലെവൽ, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, മനസ്സിലായാലോ? ഇത് ശരിക്കും ഹെർബിവോർസാണ്, ഇത് കാർണിവോർസാണ്, ഇത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സാണ്. അല്ലെങ്കിൽ നമ്മൾ അവയെ ഓട്ടോട്രോപ്സ് എന്നുള്ള പേര് വിളിച്ചു, ശരിയല്ലേ? നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സിനെ പറ്റി. ദീസ് ആർ പ്യൂർലി ഹെർബിവോറസ് ആനിമൽസ് that are depending upon their food on producers of green plants. Insects, rodents, rabbit, deer, cow, buffalo, goat are some of the common herbivores in the terrestrial ecosystem, and small crustaceans, mollusks, etc. in the aquatic habitat. അപ്പോൾ നമ്മൾ കാണുവാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഹെർബിവോറസ് ഉണ്ട്. പുല്ലിൽ നിന്ന് ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ ഹെർബിവോറസ് എന്ന് പറയുക. അപ്പോൾ അവർ എന്തായിരിക്കും? പ്രൈമറി കൺസ്യൂമേഴ്സ് ആയിരിക്കും. പ്രൊഡ്യൂസേഴ്സിനെ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സിനെ ഇവർ കഴിച്ച് ജീവിക്കും. ഇതുണ്ടോ, ഇതൊരു കൊയാൽ എന്ന് പറഞ്ഞൊരു ജീവിയാണ് കേട്ടോ. അതിൻ്റെ പേരെങ്ങനെയാണെന്ന് എൻ്റെ വിശ്വാസം, ഞാൻ മറന്നുപോയി. അങ്ങനെയാണ് കോയ. അപ്പോൾ അത് ഇങ്ങനെ എന്താണ്, മരത്തെ കയറി ഇങ്ങനെ ഇരിക്കും, കൂടുണ്ടാക്കും. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആനിമലാണ്. ഇതിൻ്റെ വെള്ളത്തിരി ടോയ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ കണ്ടോ റാബിറ്റിനെ കണ്ടോ. റാബിറ്റും ഇതുപോലെ തന്നെ ഒരു ഫുഡ് മറ്റുള്ള ആനിമൽസിനെയല്ല പ്ലാന്റ്സിനെ തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയാണ്. നമുക്കറിയാം, പ്രൈമറി കൺസ്യൂമറാണ്. ഓക്കെ, ഹെർബിവോറസാണ്. ഇതൊരു ഹെർബിവോറസ് ഇക്കോസിസ്റ്റം. ഇത് ആഫ്രിക്കയിലെ സഫാരിയാണ്. സഫാരി എന്ന് പറഞ്ഞാൽ TV ചാനലാണെന്ന് വിചാരിക്കും, അങ്ങനെയല്ല. ആഫ്രിക്കയിലെ ആഫ്രിക്കൻ ഇക്കോസിസ്റ്റം ശരിക്കും ഡെസിഡസ് ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ കോളേജിൽ വെച്ചേക്കുന്നതിനെ കൂട്ട് അക്കേഷ്യ നിൽക്കുന്നു കേട്ടോ. ആഫ്രിക്കയിലാണ് അക്കേഷ്യകൾ. ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതിൻ്റെയൊക്കെ അവനെയൊക്കെ എന്നാ പറഞ്ഞാൽ. അപ്പം ശരിക്കും അവയൊക്കെ തന്നെ ജീവിക്കുന്നതാണ് ആര്? ഈ സഫാരി എന്ന് പറഞ്ഞാൽ വലിയൊരു ആഫ്രിക്കയിലെ ട്രോപ്പിക്കലായിട്ട് ശരിക്കും പറഞ്ഞാൽ ഡെസേർട്ട് ഇക്കോസിസ്റ്റമാണ്. ഡെസേർട്ട് പ്ലസ് ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റം. അവിടെ ഒത്തിരി തരം ജീവികളുണ്ട്. മഴ തേടി അവരിങ്ങനെ മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിന് പറയുന്ന പേരാ സഫാരി, ആഫ്രിക്കൻ സഫാരി എന്ന് പറയും. അപ്പം നിങ്ങൾ കണ്ടിട്ടാണ് ആനിമൽ പ്ലാന്റിലൊക്കെ ആയിട്ട് ഡിസ്കവറി അവിടെയൊക്കെ. ഇവിടെ കണ്ടോ, നമ്മൾ പ്ലാന്റ് തിന്ന് ജീവിക്കുന്ന ജീവികളെ മാത്രമേ ഇവിടെ കാണിച്ചുള്ളൂ. ജീവികൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ജീവികളാണല്ലോ. സീബ്ര, അതുപോലെ തന്നെ ജിറാഫ്. ഓക്കെ, സോ
That is about the primary consumers. Now we are coming to the secondary consumers. These are carnivores and omnivores. Carnivores are flesh-eating animals, and the omnivores are the animals that are adapted to consume herbivores as well as plants as their food. Examples of secondary consumers are sparrow, crow, fox, wolves, dogs, eats, snakes, etc. നമ്മൾ അതിൻ്റെ അകത്ത് വിടും കേട്ടോ. നമ്മളൊക്കെ ഏതാണ് നമ്മളെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ഹെർബിവോറസ് ആണ്, പക്ഷെ നമ്മൾ എന്താട്ടാ മാറുന്നത്, ഒമ്നിവോറസ് ആയിട്ട് നമ്മൾ മാറുക. എന്ത് ചെയ്യും? ഒമ്നിവോറസ് ആയിട്ട് മാറുക. നമ്മൾ പ്ലാന്റിനെയും തിന്നും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, എല്ലാ ഐറ്റം തിന്നാൻ പറ്റുന്ന എല്ലാത്തിനും തിന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒമ്നിവോറസ് എന്ന് വേണമെങ്കിൽ നമ്മളങ്ങ് വിളിക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്റ്റൈൻ സിസ്റ്റം നമ്മൾ ഹെർബിവോറസിന് പറ്റിയതാണ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിളിൽ കഴിക്കാൻ പറ്റിയൊരു സിസ്റ്റമാണ് നമുക്കുള്ളത്. ഇനി നമ്മൾ ടെർഷറി കൺസ്യൂമേഴ്സിനെ കുറിച്ച് വിളിക്കുക. ദീസ് ആർ ദി ടോപ്പ് കാർണിവോറസ് വിച്ച് പ്രേ അപ്പോൺ അതർ കാർണിവോറസ്. വേറെ കാർണിവോറസിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കാർണിവോറസ്. ഒമ്നിവോറസ്, അതർ കാർണിവോറസ്, ഒമ്നിവോറസ് ആൻഡ് ഹെർബിവോറസ്. മറ്റെല്ലാ ജൈവ സംഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ് നമ്മൾ ടെർഷറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ. ഇനി ലയൺസ്, ടൈഗേഴ്സ്, ഹോക്ക്, vulture, etc. are considered as tertiary or top consumers. Besides different class of consumers, their parasites, scavengers, and saprops are also included in the consumers. Scavengers എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, അവശിഷ്ടങ്ങളിൽ ജീവിക്കുന്ന പാരസൈറ്റ്സ്. സ്കാവഞ്ചർ എന്ന് നേരം അറിയാം, കഴുകനില്ലേ, കഴുകൻ മറ്റുള്ള സംഭവങ്ങൾ തിന്ന്, കടുവയൊക്കെ തിന്ന് ഇറച്ചി കഷ്ണത്തിൻ്റെ ബാക്കി എല്ലൊക്കെ കഴിച്ച് ജീവിക്കുന്ന സ്കാവഞ്ചേഴ്സ്. ഓക്കെ. ദ പാരസൈറ്റിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് യൂട്ടിലൈസ് ദ ലിവിങ് ടിഷ്യൂസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പാരസൈറ്റിക് പ്ലാന്റ്സ് എന്നൊരു പ്ലാന്റ്സ് ഉണ്ട്, മറ്റുള്ള ആനിമൽസിൻ്റെ ഒക്കെ പ്ലാന്റ്സിൻ്റെ ഒക്കെ റെസിഡ്യൂ ജീവിക്കുന്ന പ്ലാന്റ്സ്. അവയെ നമ്മൾ പാരസൈറ്റ് എന്ന് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഇനി നമ്മൾ മൈക്രോ കൺസ്യൂമേഴ്സിനെ കുറിച്ച് വരിക. ദി മൈക്രോ കൺസ്യൂമേഴ്സ് ആർ ദി ഡീകമ്പോസേഴ്സ്. ദേ ആർ ഡീകമ്പോസിങ് ദി ഡെഡ് ഓർഗാനിക് മാറ്റർ ദാറ്റ് comes in the form of dead plants and animals. Okay, the main decomposers are bacteria and fungi. നമുക്കറിയാലോ, ജീവികളും സസ്യങ്ങളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവയെ ഭൂമിയിലേക്ക് ലയിപ്പിക്കുന്ന ജോലിയാണ് കുഞ്ഞ് ബാക്ടീരിയയ്ക്കും ഫംഗിക്കും അതുപോലെ മറ്റു ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുക, ഡീകമ്പോസേഴ്സ്. ഓക്കെ. അപ്പോൾ ഡീകമ്പോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിന് മുമ്പ് ഞാനിവിടെ പറഞ്ഞപ്പോഴത്തേക്കും ഒരിച്ചിലൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ടെർഷറി കൺസ്യൂമേഴ്സിനെ കുറിച്ചാണ്. ബേസിക്കലി ദേ ആർ കാർണിവോറസ്. ഓക്കെ. അത് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധം ഈ പ്രസൻറ്റേഷൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോയതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പറയാൻ പറ്റിയില്ല. ദീസ് ആർ ടോപ്പ് കാർണിവോറസ് വിച്ച് പ്രേ അപ്പോൺ അതർ കാർണിവോറസ്, ഒമ്നിവോറസ് ആൻഡ് ഹെർബിവോറസ്. മറ്റുള്ള എല്ലാ ജീവികളെയും പ്ലാന്റിനെയും, ജീവികളെ തിന്ന് ജീവിക്കുന്ന ജീവികളെയും പ്ലാന്റ്സിനെ തിന്ന് ജീവിക്കുന്ന ജീവികളെയും പ്ലാന്റ്സിനെ തിന്ന് ജീവിക്കുന്ന ജീവികളെയും അവയെല്ലാം കൺസ്യൂം ചെയ്യുന്നവരെയാണ് ടോപ്പ് കാർണിവോറസിനെയാണ് നമ്മൾ ടെർഷറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. ഭയങ്കര ഫുഡ് ചെയിനിൽ ഏറ്റവും മുകളിലുള്ള ആൾക്കാർ. സിംഹം, കടുവകൾ, കഴുകൻ, വൾച്ചർ, എക്സെട്ര ആർ കൺസിഡേർഡ് ആസ് വാട്ട് ടെർഷറി ഓഫ് ടോപ്പ് കൺസ്യൂമേഴ്സ്. അവരാണ് ടോപ്പ് കൺസ്യൂമേഴ്സ്. ഓക്കെ. അപ്പോൾ ക്ലാരിറ്റി കിട്ടി കാണില്ല, അതായത് ഈ ജീവികളുടെ പേര് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയേണ്ട സംഭവം. ഓക്കെ. നൗ വി ആർ കമ്മിങ് ടു ദി ഫങ്ഷൻസ് ഓഫ് ദി ഇക്കോസിസ്റ്റം. ഓക്കെ. എന്താണ് ഫങ്ഷൻ? ദ ഇക്കോസിസ്റ്റംസ് മെയിൻ ഫങ്ഷൻസ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി വേരിയസ് കോമ്പണൻസ്. പല കോമ്പണൻസിൻ്റെ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. ഹിയർ ദി ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കോമ്പണൻസ് വർക്ക് ടുഗദർ. ബയോട്ടിക് കോമ്പണൻസും അബയോട്ടിക് കോമ്പണൻസും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യും. ഓക്കെ. ദി സൺലൈറ്റ് കംസ് ഓൺ ടു ദി എർത്ത്. സൂര്യനില്ലാതെ ഭൂമിയില്ല. ഭൂമിയില്ലാന്ന് പറഞ്ഞാൽ ഭൂമി വേറെ നിന്നിട്ട് കാര്യമില്ല. അതിനകത്ത് ജീവികളുണ്ടെങ്കിൽ വേണമെങ്കിൽ സൂര്യൻ വേണം, സൂര്യപ്രകാശം വേണം. ദ പ്രൈമറി പ്രൊഡ്യൂസ് എനർജി ആൻഡ് കൺസ്യൂം ഇറ്റ്. നമ്മൾ കണ്ട അതിന് കൂടുതൽ പറയേണ്ട കാര്യമില്ല നമുക്ക്, ശരിയല്ലേ? ഇനി അടുത്ത് ഡീകോമ്പോസേഴ്സ് കംപ്ലീറ്റ് ദ എനർജി സൈക്കിൾ ബൈ ഡീകോമ്പോസിങ് ദി പ്ലാന്റ്സ് ആനിമൽസ്. അപ്പോൾ നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷറി കൺസ്യൂമേഴ്സ് എല്ലാം കൂടെ തീരുമ്പോഴത്തേക്കും ഡീകോമ്പോസിങ്സിന് ഇവരെല്ലാം കൂടെ ഭൂമിയിലോട്ട് ലയിപ്പിച്ച് തരും. പിന്നെ പ്ലാന്റ് പിന്നെയും വളമായിട്ട് വലിച്ചെടുക്കും. ഓക്കെ. സോ ഫോളോയിങ് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് ദി ഇക്കോസിസ്റ്റം. നമ്മൾ ഇക്കോസിസ്റ്റം പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണോ? എന്താണ്? റിസെപ്ഷൻ ഓഫ് റേഡിയൻ എനർജി ഓഫ് സൺ. ഇപ്പോൾ സണ്ണിൻ്റെ സോളാർ എനർജി മേഘത്തിൽ കൂടെയൊക്കെ തട്ടി ഭൂമി വന്ന് പ്ലാന്റ്സ് ഇങ്ങനെ മേടിച്ചു, എന്നിട്ട് അതെന്തായി തീർന്നു? പ്ലാന്റ്സ് ഭയങ്കര വലുതായിട്ട് തീർന്നു. ആ പ്ലാന്റ്സിനെ പ്രൈമറി കൺസ്യൂമേഴ്സൊക്കെ കഴിക്കുക. ആരാണ്? പ്ലാന്റ്സ് ഓട്ടോട്രോപ്പാണല്ലോ. പിന്നെയുള്ള ഹെർബിവോർസൊക്കെ കഴിക്കുക. അപ്പോൾ ആ ഫുഡ് ചെയിൻ നമുക്കറിയാം. സോ റിസെപ്ഷൻ ഓഫ് റേഡിയൻ എനർജി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓർ ഫങ്ഷൻ ഓഫ് ദി ഇക്കോസിസ്റ്റം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
ഫങ്ഷൻ. ശരിയല്ലേ? ഈ എനർജി പ്ലാന്റ്സ് സ്വീകരിച്ചില്ല, പ്ലാന്റ്സിനെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ സൂര്യപ്രകാശം സ്വീകരിച്ച് ഫോട്ടോസിന്തസിസ് വഴി എനർജി ഉണ്ടാക്കാനുള്ള കഴിവ് പ്ലാന്റ്സിനില്ലായിരുന്നെങ്കിൽ ഭൂമി ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ ഭൂമി ഉണ്ടാകുമായിരിക്കും, പക്ഷേ അതിനകത്ത് നമ്മളൊന്നും ഉണ്ടാകുമായിരിക്കും. അപ്പോൾ എനർജി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇതിൽ നിന്ന് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫ്രം ഇനോർഗാനിക് ഫണ്ട്സ് ബൈ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പം ഇനോർഗാനിക് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫ്രം ഇനോർഗാനിക് ഫണ്ട്സ് ബൈ പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, പ്ലാന്റ്സ് നമ്മൾ കണ്ടു. ഓക്കെ, ഇത് എനർജിയാണ്. രണ്ടാമത് പ്രൊഡ്യൂഷൻ ആണ് കൺസംഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ബൈ കൺസ്യൂമേഴ്സ് ആൻഡ് അതർ എലാബറേഷൻ ഓഫ് കൺസ്യൂംഡ് മെറ്റീരിയൽ. ഓക്കെ, പിന്നെ നമുക്കറിയാം ഒത്തിരി കൺസംഷൻ നടക്കും, സിംഹം വരെയുള്ള ആൾക്കാർ കൺസ്യൂം ചെയ്യും. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്, complex organic compounds are degraded and finally converted to decompose and converters into such forms as are suitable for റീയൂട്ടിലൈസേഷൻ ബൈ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്കതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സും ആനിമൽസും ഇല്ലെന്നായി തീരുമ്പോൾ അവരെ സ്വയം മറ്റ് ഡീകമ്പോസേഴ്സ് ഇവരെ ഡീകമ്പോസ് ചെയ്ത് മണ്ണിലേക്ക് മാറ്റും. ആ മണ്ണിനെ പിന്നെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഒന്നുകൂടെ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ ഈ ചെയിൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ഇക്കോസിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ പറയാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. സോളാർ എനർജി, പിന്നെ അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. ഒന്നുകൂടെ എനർജി, പ്രൈമറി പ്രൊഡക്ഷൻ, ദെൻ സെക്കൻഡറി ടെർഷറി കൺസംഷൻ, ദെൻ അഗെയിൻ ഡീകമ്പോസിഷൻ. ഇതെല്ലാമാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഈ ഇക്കോസിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ അതാ. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി ഇത് തന്നെയാണ്, ഈ പ്രോസസ്സ് അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് എൻ്റെ വിശ്വാസം. ഡീകമ്പോസിഷൻ്റെ ഒരു ചിത്രം ഓട്ടോ കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട ചിത്രങ്ങളാണ് ഉണ്ടോ. ഈ പ്ലാന്റ് മെറ്റീരിയൽ ഇത് ഡീകമ്പോസ് ചെയ്ത് മാറ്റും. നിങ്ങൾ കണ്ടിട്ട് കാണും, വലിയ മഴയൊക്കെ പെയ്ത് കുറേ ഇതുപോലെയൊക്കെ കൂടി നിൽക്കുമ്പോൾ അത് കൂടുതൽ കുഞ്ഞ് ഇൻസെക്ട്സ് അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവയാണ് ബേസിക്കലി വാട്ട് വി ക്യാൻ സേ ഡീകമ്പോസേഴ്സ്. നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ബാക്ടീരിയ പങ്കിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയല്ലോ. ഇത് കൂണ് അങ്ങനെ ഡീകമ്പോസിഷൻ എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏജൻറ്റാണ്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം നമുക്കൊരു 2, 3, 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പിക്ചർ കൂടെ പെട്ടെന്ന് പറഞ്ഞു. ഇക്കോസിസ്റ്റം പരീക്ഷിക്കുന്ന നമുക്ക് പലതരത്തിലുള്ള ഏതാണെന്ന് ചോദിക്കാനുള്ള സാധ്യത ചിലപ്പോൾ കാണുമല്ലോ. നമുക്ക് സിലബസിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റം എന്താണെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം, ഭൂമിയായിട്ട് അനുബന്ധിച്ച് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ടെറസ്ട്രിയൽ ലാൻഡ് ആട്ടോ. ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ്, പുൽമേടുകൾ, ഡിസേർട്ട്, മരുഭൂമികൾ, ടുണ്ട്ര, മഞ്ഞു സ്ഥലം, ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ശുദ്ധജലത്തിലെ മറൈൻ, ഉപ്പുവെള്ളത്തിലെ ഇക്കോസിസ്റ്റം. ഇത്ര ഇക്കോസിസ്റ്റം ഉണ്ട്. ഈ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈസ് ലാൻഡ് ബേസ്ഡ് ഇക്കോസിസ്റ്റം. മനസ്സിലായല്ലോ? ലാൻഡ് ബേസ്ഡാണ്, ഭൂമി കേന്ദ്രീകരിച്ചായിരിക്കുന്നുണ്ടോ. അവിടുത്തെ കാടി തൊട്ട് എല്ലാ സാധനങ്ങളെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്. ഒരു കുഞ്ഞ് ചിത്രം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ലാൻഡ് ബേസ്ഡാണ് ഇക്കോസിസ്റ്റം. അപ്പോൾ അവിടെ ഇപ്പോൾ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കടലിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ, നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇക്കോസിസ്റ്റം. ഇനി അതിൻ്റെ അകത്ത് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ഇതാണ്. ഫോറസ്റ്റിലെ വെള്ളം ഇവിടെ ഉണ്ടെന്നാൽ പോലും ഫോറസ്റ്റ് ഒത്തിരി വ്യത്യസ്തമായൊരു സിറ്റുവേഷൻ നമുക്കറിയാലോ. ഇതാണ് ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം. ഗ്രാസ് ലാൻഡ് ഞാൻ പുൽമേടുകൾ എന്ന് തന്നെ അർത്ഥം. റഷ്യൻ സ്റ്റെപ്സ്, അമേരിക്കൻ പ്രയറീസ്, ബ്രസീലിയൻ പാമ്പാസ്, അർജൻറ്റീന കേട്ടോ. അർജൻറ്റീന എൻ്റെ വിശ്വാസം. അർജൻറ്റീനയുള്ള പുൽമേട. ക്യാമ്പോസ്, ഇത് ബ്രസീലാണ്. നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ പുൽമേട്. അപ്പോൾ പുൽമേടുകൾ ഓസ്ട്രേലിയയിലുണ്ട്. ഓസ്ട്രേലിയയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ഇന്ത്യയിലുണ്ട് കേട്ടോ. ഇന്ത്യയിലെ പുൽമേടുള്ള ട്രോപ്പിക്കൽ ഏരിയ പുൽമേടുള്ള ഓരോരു സ്ഥലമാണ് വാഗമൺ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, വാഗമണിലെ പുൽമേടുകൾ സ്വാഭാവിക പുല്ലുകൊണ്ട് വെച്ചുപിടിപ്പിച്ചൊന്നുമല്ല. അപ്പം ഇങ്ങനെ പുൽമേടുകളിലാണ് പിന്നീട് ഗോതമ്പൊക്കെ, പുൽമേട് വെട്ടി നിരപ്പാക്കിയാണ് ഗോതമ്പ്. വീട്ടിൽ നിന്ന് പറഞ്ഞ റൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി അവ ഗ്രാസാണ്. മനസ്സിലായല്ലോ? ഏറ്റവും വലിയ ഗ്രാസ് ഏതാ? ബാമ്പു. അതിലേറ്റവും വലുത് ആനമുള എന്ന് പറഞ്ഞൊരു സസ്യം ബാമ്പു കേട്ടോ. നോക്കി നിൽക്കുമ്പോൾ വളരും. നമ്മളിങ്ങനെ ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോൾ വളരുന്നതാണ്. അതിങ്ങനെ അതിന് പറയുന്നവരാ എന്താ, ആനമുള. ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്. നിങ്ങൾ എൻ്റെ ഒരു പടത്തെക്കുറിച്ച് കുറുവച്ചൻ എന്ന് പറഞ്ഞൊരു പടത്തെക്കുറിച്ച് കടുവെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. അയാളുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത്. അവിടെ ഇതുപോലെ ആ വീടിൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ വലിയ ആനമുള കൊണ്ട് വെച്ചിട്ടുണ്ട്. വലിയ ആനമുള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ബിഗ്, സ്കൈ ആകാശത്തിൻ്റെ അത്രയും പൊക്കമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോൾ. അത് ഭയങ്കര കട്ടി കൂടുതലാണ്, പെട്ടെന്ന് വളരും. പക്ഷേ വെട്ടി മാറ്റാൻ ഒത്തിരി ആൾക്കാർക്ക് പൈസ കൊടുക്കണം. ഇനി നമ്മൾ ഡെസേർട്ട് ഇക്കോസിസ്റ്റം. ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, മരുഭൂമിയിൽ ഒരു പ്രത്യേകതയല്ലേ. ഇങ്ങനെ എന്താ പറയുക,
സൂര്യപ്രകാശം ഏറ്റാലും വെള്ളമൊന്നും വിട്ടു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന തരത്തിലുള്ള ടൈപ്പുള്ള സ്കിന്നായിരിക്കും ഈ പ്ലാന്റ്സിനൊക്കെ. ഇലയൊന്നും വലിയതും കാണിയില്ല, കമ്പുകളും മുള്ളുകളും ആയിരിക്കും സസ്യങ്ങൾക്കുള്ള. അങ്ങനെയുള്ള സസ്യങ്ങൾ അവിടെ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കും. അതിന് പറയുന്നവരാണ് ഏത് ഡെസേർട്ട് ഇക്കോസിസ്റ്റം. ഓക്കെ, ഇനി ടുണ്ട്ര എന്ന് പറഞ്ഞാൽ മഞ്ഞ് സ്ഥലമാണ്. അവിടെ ഒന്നും കാണിയില്ല, വളരെ കുറഞ്ഞ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അന്റാർട്ടിക്കയിലൊക്കെ ആണെങ്കിൽ 2 തരം പുല്ല് മാത്രമേ ഉള്ളതെന്നാണ് പറയുന്നത്, വേറൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ജീവികൾ എങ്ങനെയായിരിക്കും, കഷ്ടപ്പെട്ടായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഇത് ടുണ്ട്ര ഇക്കോസിസ്റ്റത്തിലെ ഇത് ശരിക്കും അലാസ്കയുടെ ഒരു ചിത്രം കേട്ടോ, അലാസ്കയിലെ ഒരു ചിത്രം. അപ്പോൾ അത് അവിടെ കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇതിപ്പം നമുക്ക് ഈ മഞ്ഞൊക്കെ ഉരുകിയ സ്ഥലത്താണ് സമയമാണ്. മഞ്ഞൊക്കെ ഉള്ള സ്ഥലത്താണ് ഇവിടെ മഞ്ഞ് മാത്രമേ കാണുള്ളൂ. ഇനി ഇതുണ്ടോ, ടുണ്ട്രയിലെ ഇക്കോസിസ്റ്റിലെ ആൾക്കാരാരൊക്കെയാണ്? കരടി, അവിടുത്തെ കരടിയാണ്. പിന്നെ അവിടുത്തെ പക്ഷികൾ, പിന്നെ കുഞ്ഞു കുഞ്ഞ് മീനുകൾ, പിന്നെ അവിടെ ജീവിക്കുന്ന വീൽ എന്ന് പറഞ്ഞൊരു കരയിലും വെള്ളത്തിലും ജീവിക്കുന്നൊരു ജീവി, പിന്നെ അവിടുത്തെ ചെന്നായ. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എവിടെയുള്ളൂ, ആഫ്രിക്കയിൽ ടുണ്ട്ര ഇക്കോസിസ്റ്റത്തിലുള്ളൂ. അതിൻ്റെ വേറൊരു പെൻഗിൻ പോലുള്ള ജീവികൾ. വേറൊരു ചിത്രമാണ് നമ്മൾ കാണിച്ചിരുന്നു കേട്ടോ. ഇത്ര ഭയങ്കര ജീവികളാണ് തീരെ കുറവായിരിക്കും. ഉണ്ടോ അവിടുത്തെ ചെന്നായി. അവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നത്, അവിടെ ഭക്ഷണമൊന്നുമില്ല. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം ഉണ്ടോ, ഫ്രഷ് വാട്ടർ വളരെ പ്രധാനപ്പെട്ട, നമ്മൾക്കൊരു ഏറ്റവും അറിയിച്ചിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ ഫ്രഷ് നദികളൊക്കെ നമ്മൾ ഇല്ലെന്നാക്കി കളയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നദി ഇല്ലെന്നാക്കുമ്പം നമുക്ക് വെള്ളമില്ലാതെ വരുമല്ലോ, അവിടെയുള്ള ജീവികളെല്ലാം പരിപാടി തീരുവാണ്, അവിടെ എല്ലാം ഇല്ലെന്നായി പോകും. കാരണം ആ ഇക്കോസിസ്റ്റത്തിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ്, മില്യൺ എന്ന് പറഞ്ഞാൽ ദശലക്ഷം വർഷങ്ങളാണ്. 1 മില്യൺ 10 ലക്ഷം, 10 മില്യൺ വരുമ്പോൾ ഒരു കോടിയാണ്. അപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായ ഫ്രഷ് വാട്ടറിൽ ജീവിക്കാൻ പറ്റിയുള്ള ഒത്തിരി സസ്യങ്ങളുണ്ട്, ജീവികളുണ്ട്. അവയൊക്കെ ഇന്നുണ്ടോ? ഇല്ല. അതിൻ്റെ പകുതിയും തീർന്നു പോയി മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലം. കാരണം ഇതിൻ്റെ മുകളിൽ അവർ കെമിക്കൽ ഇടുക, വേസ്റ്റും എല്ലാം കൂടെ ഇടുക. നമുക്ക് നമ്മുടെ വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമായിട്ട്, കനാലായിട്ട് കാണുവാണ് ഫ്രഷ് വാട്ടർ നദികളെ മനുഷ്യൻ. അതൊരിക്കലും പാടില്ല. എങ്ങനെയാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? ഇതൊന്നും ഒരു ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തിലെ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ഇട്ടേക്കോ. ഇതെന്താണെന്ന് അറിയാം, ഇത് മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയും. മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയും കേട്ടോ. അവിടുത്തെ സംഭവമാണ് ഇതൊക്കെ. അടുത്തൊരു ഫോട്ടോ ഞാൻ എടുത്തിട്ടേക്കുന്നു കേട്ടോ. അതിൻ്റെ അടിയുണ്ടോ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടോ, അത്ര ക്ലിയർ ആയിരിക്കും അത്. ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉള്ളതുകൊണ്ടാണ് വെള്ളം തെളിഞ്ഞിരിക്കുന്നത്. ഇനി ഇതുണ്ടോ, ഇത് ഫ്രഷ് വാട്ടറാണ്. ഇത് ഷില്ലോങ്ങിലെ ഒരു ചെറിയ നദി കേട്ടോ. അവിടുത്തെ പ്രത്യേകം എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ക്ലിയറായി, ക്രിസ്റ്റൽ ക്ലിയർ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, വാക്കി അങ്ങനെ ഇങ്ങനെ നദിയുടെ പേര് മറന്നുപോയി. അപ്പോൾ അവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബോട്ട് പോയി കഴിഞ്ഞാൽ അടി മുഴുവൻ കാണും. വലിയ ടൂറിസ്റ്റ് സ്ഥലമാണ്. നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒറ്റ സ്ഥലം പോലും കാണാൻ പറ്റില്ലായിരിക്കും. ചെടിയല്ല, വേറൊന്നും കാണിയില്ല. ഇതുണ്ടോ, അവരത് സൂക്ഷിക്കുക. അവിടുത്തെ ട്രൈബൽസ് ഉണ്ടോ, എത്ര നല്ല സുന്ദരമാണ് ഫോറസ്റ്റ്. ഇതെല്ലാം മറൈൻ ഇക്കോസിസ്റ്റം. അപ്പോൾ ഇത് അൻഷ്യൻ്റ് കേട്ടോ, ഭയങ്കര അൻഷ്യൻ്റ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റം. അത് പഴയതായിട്ട് നമ്മളതിന് കാണിക്കുക. പഴയ കാലത്ത് ഇപ്പോഴൊന്നുമില്ല. മറൈൻ ഇക്കോസിസ്റ്റിലെ വെയിൽ, ബാക്കി എല്ലാ സംഭവങ്ങളും ഇങ്ങനെ സമയം ഞാൻ പെട്ടെന്ന് ഓടിച്ചു വിടുന്നു കേട്ടോ. നമുക്കധികം പറയേണ്ട കാര്യമില്ല. ഇതുണ്ടോ, ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി. അതിൻ്റെ വലിയ ഒച്ചയിടും, വെള്ളത്തിനടിയിൽ പോലും ഒരു ഒച്ചയിടുന്നു. ആ ഒച്ച എന്നിട്ട് നാഷണൽ ജോഗ്രഫിക്ക് പിടിച്ചിട്ട് ഒരു ടെലികാസ്റ്റ് ചെയ്തു. ഭയങ്കര രസം. നമുക്കൊരു ഭയങ്കര വ്യത്യസ്ത തോന്നുന്ന ഒരു സ്വരം അതിൻ്റെ. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് മറൈൻ ഇക്കോസിസ്റ്റം. പിന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഇക്കോസിസ്റ്റം നമ്മൾ പറയുന്ന പേരാണ് ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റം. ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റത്തിലെ ഒരേ ഒരു ജീവിതമാണെന്ന് വിചാരിക്കരുത്. പക്ഷേ ഇങ്ങനെയുള്ള ജീവികളും ഉണ്ട്. നമ്മളവയൊക്കെ ശ്രദ്ധിക്കുകയല്ല. ഇവയൊക്കെ ചത്തു പോകുമ്പോൾ നമ്മളറിയില്ല. ചത്തു പോകുമ്പോൾ നമ്മൾ കിടന്ന് ഭയങ്കര വെള്ളം ഉണ്ടാക്കും. അപ്പം ഈ ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റം ഏറ്റവും വലിയ പ്രത്യേകത ഡൈവേഴ്സിറ്റിയാണ്. എന്താണ് വൈവിധ്യം? ഭയങ്കര വൈവിധ്യമാണ്. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു മീറ്റർ, 1 കിലോമീറ്റർ അപ്പോട്ടെ, ഒരു 10 മീറ്റർ സ്ക്വയർ മീറ്റർ നിങ്ങളെടുക്കും, നമുക്ക് കാണാൻ പറ്റിയ, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ ജീവികളാണ്, സസ്യങ്ങളാണ്. അതാണ് ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റം. അതിന് 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇഷ്ടംപോലെ സൺലൈറ്റ് കിട്ടും. 2, ഇഷ്ടംപോലെ വാട്ടറും കിട്ടും. അതുകൊണ്ട് ഭയങ്കര പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. പ്രൊഡക്ടിവിറ്റിക്ക് പറയുന്നത് ഉൽപ്പാദനക്ഷമത എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ജീവികളാണ് ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റത്തിൻ്റെ പടം ഞാൻ വരച്ചേക്കുന്നു കേട്ടോ. യൂക്കാലിപ്സ് ടീ ആണ്, പക്ഷേ ഇതിൻ്റെ ഡെൻസ് ഫോറസ്റ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടേക്കുന്നുള്ളൂ. ഒരു സെക്കൻഡ്. അപ്പോൾ ഇത് എഗെയിൻ ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റമാണ്. നമുക്കറിയാവുന്ന കാട്ടിലൊരു അരുവി ഇങ്ങനെ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റാണ് ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ളത് നമ്മൾ ജീവിക്കുന്ന ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റത്തിലാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്, ഇക്കോസിസ്റ്റം. നിങ്ങളൊന്ന് വായിക്കുക, പലതരത്തിലുള്ള ഇക്കോസിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുക, സ്ട്രക്ചർ ഓഫ് ഇക്കോസിസ്റ്റം, കോമ്പണൻസ് ഓഫ് ഇക്കോസിസ്റ്റം, അതുപോലെ തന്നെ അതുകൂടാതെ ഫങ്ഷൻസ് ഓഫ് ദി ഇക്കോസിസ്റ്റം. ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക്സ്.